ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് റീകുക്ഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടായി പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പല കടായി പനീർ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. ഇത് കുറച്ചും കൂടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒത്തൻറ്റിക് കടായി പനീർ റെസിപ്പിയാണ്. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പനീർ ബട്ടർ മസാലയെന്നൊക്കെ ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് സ്പൈസിയും നല്ല ഫ്ലേവർഫുള്ളൊക്കെ ആയിട്ടുള്ള കടായി പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കടായി പനീർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പനീറാണ് എടുത്തിരിക്കുന്നത്, അതായത് 200 ഗ്രാം പനീർ. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ 2 വലിയ സവോള നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു ചോപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇത്രയും ഫൈനായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 3 വലിയ തക്കാളിയാണ്. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി നോക്കി വേണം എടുക്കാനായിട്ട്. തക്കാളിയും ഒരു ചോപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ടൊമാറ്റോ പ്യൂരയോ ഓണിയൻ പേസ്റ്റൊക്കെ ആണെങ്കിലും യൂസ് ചെയ്താലും മതിയാകും. പിന്നെ വേണ്ടത് വലിയ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ക്യൂബ്സിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന ക്യാപ്സിക്കം, സവോളയും തക്കാളിയുമാണ്. തക്കാളിയുടെ സീഡ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫ്ലഷ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന 2 ടീസ്പൂൺ ഇഞ്ചിയും 2 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. ഇതിന് പകരമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്താലും മതിയാകും. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കടായി പനീറിൻ്റെ മസാല തയ്യാറാക്കണം. അതിനായിട്ട് 3 പിരിയൻ മുളക്, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി, ഇത്രയാണ് വേണ്ടത്. പിരിയൻ മുളക് ആയതുകൊണ്ട് തന്നെ നല്ല കളറും കിട്ടും, എരിവും തീരെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നല്ല മുളക് പൊടി എടുത്തത്. നിങ്ങൾ പിരിയൻ മുളക് അല്ല എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടിയിൽ മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കടായി മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ജീരകം, കുരുമുളക്, മല്ലി, പിരിയൻ മുളക് ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ജീരകമൊക്കെ ഒന്ന് പൊട്ടി മല്ലിയുടെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവോളയും തക്കാളിയും പനീറും ഒക്കെ ഒന്ന് കടായി മസാലയിൽ ഇട്ടിട്ട് ടോസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും ക്യാപ്സിക്കവും പനീറും ഒക്കെ ചേർത്ത് ലൈറ്റായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെജിറ്റബിൾസും പനീറും ഒക്കെ ഒന്ന് ഹാഫ് കുക്കായി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് ടോസ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസും പനീറും ഒക്കെ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടായി മസാല ഒരു 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പനീറൊന്നും ഒട്ടും ഉടഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ടോസ് ചെയ്തെടുക്കുന്നത്. മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കുന്നുണ്ട്. നോർമലി നോർത്ത് ഇന്ത്യൻ കുക്കിങ്ങിന് എല്ലാവരും മസ്റ്റാർഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കത് തീരെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നോർമൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ബട്ടറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഫ്ലേവറിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. നിങ്ങൾക്ക് ഏത് ഓയിലാണോ കംഫർട്ടബിൾ ആ ഓയിൽ യൂസ് ചെയ്യാം. ഈവൻ മസ്റ്റാർഡ് ഓയിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ആ ഓയിലിൽ കുക്ക് ചെയ്താലും നന്നായിരിക്കും. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസും പനീറും ഒക്കെ നന്നായിട്ട് കടായി മസാലയിൽ കോട്ടായി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം. ഇല്ലെങ്കിൽ സെയിം പാൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും 2 ടേബിൾ സ്പൂൺ ബട്ടറും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടറും എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ട് വഴച്ചെടുക്കണം. സവോള ഒന്ന് എളുപ്പത്തിൽ വഴണ്ടു വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയുടെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചപ്പൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ഇവിടെ സവോളയൊക്കെ പാകത്തിന്
വഴണ്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചപ്പൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മാത്രമല്ല ആദ്യം 1 കപ്പ് സവോള അരിഞ്ഞതാണ് ചേർത്തതെങ്കിൽ ഇപ്പോൾ ഒരു 1/2 കപ്പ് സവോളയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് പൊടികളുടെ പച്ചപ്പ് പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് പാകത്തിന് പച്ചപ്പൊക്കെ മാറി വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഫൈനായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്തൂരി മേത്തി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഇനി ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഇനി ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കടായി മസാലയിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും പനീറും ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് ഗ്രേവിയിൽ ഈ വെജിറ്റബിൾസും പനീറും കിടന്നൊന്ന് കുക്കാവട്ടെ. കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പിന് പകരം 1 കപ്പ് വരെ വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കടായി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയറും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. Till then, take care and thanks for watching Recipes Recooked.